ഹായ് ആൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ പമ്പ്സിനെ കുറിച്ചാണ്. സ്പെഷ്യൽ പമ്പ്സിനെയും അതേപോലെ തന്നെ സ്പെഷ്യൽ പമ്പ്സ് ആൻഡ് ഗ്ലാൻസ് യൂസ്ഡ് ഫോർ കൊറോസീവ് ഫ്ലൂയിഡ്സ്. നമ്മൾ ഫ്ലൂയിഡിൽ പമ്പ് ചെയ്യാൻ നമ്മളെ പമ്പുകളെ കുറിച്ചും പമ്പിൻ്റെ വാൾവുകളെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ പമ്പ് ചെയ്യുന്ന സമയത്ത് കൊറോസീവായിട്ട് ഫ്ലൂയിഡ് പമ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇതിൽ ഉള്ള പമ്പിൻ്റെ പാർട്സൊക്കെ ഓക്സൈഡ്സ് ഒക്കെ ഫോം ചെയ്തിട്ട് അല്ലെങ്കിൽ ഡാമേജ് ആകാനും വിയർ ആൻഡ് ടിയറോ ഡാമേജ് ഒക്കെ പെട്ടെന്ന് ആകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കൊറോഷൻ കോസ് ചെയ്യുന്ന ടൈപ്പ് ഫ്ലൂയിഡ്സിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ പമ്പ്സ്, അതിൻ്റെ ഗ്ലാൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് കൊറോസീവ് ഫ്ലൂയിഡ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. കൊറോസീവ് ഫ്ലൂയിഡ് എന്താണെന്നില്ല എല്ലാവർക്കും അറിയാണ്ടായിരിക്കും അല്ലേ. കൊറോസീവ് ഫ്ലൂയിഡ്സ് ആർ ലിക്വിഡ്സ് ദാറ്റ് കെമിക്കലി റിയാക്ട് വിത്ത് മെറ്റൽസ് ആൻഡ് അതർ മെറ്റീരിയൽസ് കോസിങ് കൊറോഷൻ, വിയർ ആൻഡ് ഡാമേജ് ടു എക്യുപ്മെന്റ്. നമ്മുടെ എക്യുപ്മെന്റ്സിന് ഡാമേജ് അതേപോലെ തന്നെ തേയ്മാനം ഒക്കെ ഡ്യൂ ടു കൊറോഷൻ കാരണം ഉണ്ടാവുന്ന തേയ്മാനം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള തരം ഫ്ലൂയിഡുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊറോസീവ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് അല്ലേ. സോ ആ കൊറോസീവ് ഫ്ലൂയിഡ്സിൽ ഫസ്റ്റ് ഓരോന്ന് പറയാം. ഫസ്റ്റ് ഒന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ്, രണ്ടാമത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് അല്ലെ, ആൽക്കലീസ്, സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ആൽക്കലീസ്. പിന്നെ അതേപോലെ തന്നെ കെമിക്കൽ സോൾവെൻസ്. ഇതെല്ലാം തന്നെ കൊറോസീവ് ഫ്ലൂയിഡ്സിന് സം എക്സാമ്പിൾസ് മാത്രമാണ്. ദെൻ ഇതുകൊണ്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് പമ്പ്സിനെ കുറിച്ച് പറയുന്നതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ഡാമേജ് ടു പമ്പ് കേസിംഗ് ആൻഡ് ഇമ്പെല്ലർ, ലീക്കേജ് ഓഫ് ഹസാർഡസ് ഫ്ലൂയിഡ്സ്, റെഡ്യൂസ്ഡ് ലൈഫ് ഓഫ് എക്യുപ്മെന്റ്, സേഫ്റ്റി ഹസാർഡ് ടു വർക്കേഴ്സ് അല്ലേ. അതായത് എന്താ, ഒന്നാമത്തെന്ന് പറഞ്ഞാൽ കൊറോസീവ് ഫ്ലൂയിഡ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് പമ്പിന്റെ കേസിങ്ങിനും ഇമ്പെല്ലറും എന്താവും പെട്ടെന്ന് തുരുമ്പ് പിടിക്കാനും അല്ലെ, തുരുമ്പ് പിടിച്ചിട്ട് കൊറോസീവ് ആയിട്ട് ഡാമേജ് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പമ്പിന്റെ സർവീസിന്റെ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സർവീസിന്റെ പീരിയോഡിക് ഇന്റർവെൽ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നമ്മൾ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരും, അത് സർവീസും കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ദെൻ ലീക്കേജ് ഓഫ് ഹസാർഡസ് ഫ്ലൂയിഡ്സ്, ഇങ്ങനെയുള്ള ഹസാർഡസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ്, കൊറോസീവ് ഫ്ലൂയിഡ്സ് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചെന്നല്ലോ, കുറച്ച് ഫ്ലൂയിഡ്സിന്റെ പേര് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഹസാർഡസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ലീക്കായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന ശ്വസിക്കാൻ പറ്റുന്ന വാതകങ്ങളോ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഹ്യൂമൻ ലൈഫിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളായിരിക്കും ഹസാർഡസ് ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ടത്. അതേപോലെ തന്നെ റെഡ്യൂസ് ലൈഫ് ഓഫ് നമ്മുടെ എക്യുപ്മെന്റിന്റെ ലൈഫ്, അത് നമ്മളുടെ പമ്പാകാം, ഇല്ലെങ്കിൽ പമ്പുമായി കണക്ട് ചെയ്ത് പോകുന്ന വാൾവുകളാകാം, അങ്ങനെ പല മെറ്റീരിയൽസും ആകാം. ദെൻ സേഫ്റ്റി ഹസാർഡ് ടു വർക്കേഴ്സിനുള്ള സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഇതിന്റെ പ്രോബ്ലംസ് ആണ്, കൊറോസീവ് ഫ്ലൂയിഡ്സ് ഉപയോഗിക്കുന്ന പ്രോബ്ലംസ് ആണ്. സോ ദെയർഫോർ സ്പെഷ്യൽ പമ്പ്സ് ആൻഡ് ഗ്ലാൻസ് മെയ്ഡ് ഓഫ് കൊറോഷൻ റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് ആർ യൂസ്ഡ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പമ്പ്സും അതോടൊപ്പം തന്നെ ഗ്ലാൻസും സീലുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ഈ ഒരു കൊറോഷൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട്. സോ അതിൽ കുറച്ച് പമ്പ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞാൽ നോൺ മെറ്റാലിക് പമ്പ്. ഓരോന്നോരോന്ന് ജസ്റ്റ് ഒന്ന് പറയാം, എന്താണ് അതിന്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള 2-3 പോയിന്റ്സ്, അതിന്റെ അഡ്വാൻറ്റേജും അപ്ലിക്കേഷൻസും അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. സോ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അപ്പോൾ നോൺ മെറ്റാലിക് പമ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ്, ദീസ് പമ്പ്സ് ആർ മെയ്ഡ് ഓഫ് നോൺ മെറ്റാലിക് മെറ്റീരിയൽസ് ദാറ്റ് ആർ റെസിസ്റ്റന്റ് കൊറോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന നോൺ മെറ്റാലിക് മെറ്റീരിയൽസ് കൊണ്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാക്കുക, ഈ പമ്പിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. പമ്പ് ബോഡി ആണെങ്കിലും ഇമ്പെല്ലർ ആണെങ്കിലും അല്ലെ, അതൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. നോർമലി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഒന്ന് പി വി സി ആണ്. ദെൻ അതേമാതിരി പോളിപ്രോപ്പിലീന്, PTFE, ടെഫ്ലോൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. വൺ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ലെവലിലെ സാധനം തന്നെയാണ് ടെഫ്ലോൺ എന്ന് പറയുന്നത്. PTFE, അതേപോലെ തന്നെ FRP, ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ, എല്ലാം തന്നെ പ്ലാസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് തന്നെയാണ്. PVC, പോളിപ്രോപ്പിലീന്, PTFE, അതേപോലെ തന്നെ FRP. ഈ 4 മെറ്റീരിയൽസ് കൊണ്ടൊക്കെയാണ് നോർമലി നോൺ മെറ്റാലിക് പമ്പ്സ് എന്നുള്ള രീതിയിൽ പമ്പ്സ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള ഒരു പമ്പ്, നോൺ മെറ്റാലിക് പമ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സലന്റ് റെസിസ്റ്റൻസ് ടു ആസിഡ് ആൻഡ് കെമിക്കൽസ്. ആസിഡിന് കെമിക്കലിനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസിസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. നല്ല ഇത് ഈ ഒരു നോൺ മെറ്റാലിക് ആയതുകൊണ്ട്. then അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും മെറ്റീരിയൽ. ഇപ്പോൾ പ്ലാസ്റ്റിക് ആണെങ്കിലും ഒരു മെറ്റലും ഒരു നോൺ മെറ്റലും എടുത്തു കഴിഞ്ഞാൽ, നോൺ മെറ്റൽ പറയുമ്പോൾ പ്ലാസ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാലോ പ്ലാസ്റ്റിക് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ലോങ് സർവീസ് ലൈഫ് ഇൻക്രീസ് ആവും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജിൽ വരുന്നതാണ്. ഇത് നോർമലി ഉപയോഗിക്കുന്ന അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആസിഡ് ട്രാൻസ്ഫർ.
ആസിഡ് ഒരു പൈപ്പ് ലൈനിലൂടെ അല്ലെങ്കിൽ ഒരു പമ്പിലൂടെ ഒക്കെ പമ്പ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്ന അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആസിഡ് ട്രാൻസ്ഫറിന് വേണ്ടിയൊക്കെ നോൺ മെറ്റാലിക് പമ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കെമിക്കൽ പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നോൺ മെറ്റാലിക് ആയിട്ടില്ല, പ്ലാസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല, നോൺ മെറ്റാലിക് പമ്പ്സ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കേട്ടോ, നോൺ മെറ്റാലിക് പമ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമുക്ക് പറയാനുള്ളതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പമ്പ്. ദീസ് പമ്പ്സ് ആർ മെയ്ഡ് ഫ്രം കൊറോഷൻ റെസിസ്റ്റന്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അലോയ്സ്. ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൊറോഷൻ റെസിസ്റ്റൻസ് ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലേ. പല സാധനങ്ങളും നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽസും കണ്ടിട്ടുണ്ടായിരിക്കും. നോർമലി നമുക്ക് കൊറോഷൻ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്ന ഒരു സംഭവം അല്ലെ, മെറ്റൽ ഭാഗത്തിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പറയാം സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നുള്ള രീതിയിലാണ് പറയാം. മെറ്റീരിയൽസ് യൂസ് ചെയ്തിങ്ങനെ SS304, SS316, SS316 എഴുതുന്നുണ്ട്. അതിൻ്റെ ഒരു കോഡും കാര്യങ്ങളും എന്നുള്ള രീതിയിലാണ് അത് വരുന്നത് കേട്ടോ. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഗുഡ് കൊറോഷൻ റെസിസ്റ്റൻസ്, ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്, ദെൻ സൂട്ടബിൾ ഫോർ മോഡറേറ്റ് കൊറോസീവ് ലിക്വിഡ്സ്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഹൈ കൊറോഷൻ റെസിസ്റ്റൻസ്, ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്, സൂട്ടബിൾ ഫോർ മോഡറേറ്റ് കൊറോസീവ് ലിക്വിഡ്സ്. ദെൻ നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഫുഡ് പ്രോസസ്സിംഗ് പ്ലാന്റ്സ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം നമ്മളിപ്പോൾ രണ്ടാമത് പറഞ്ഞ ഏതാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ പമ്പ്സ് ആണ് നമ്മൾ രണ്ടാമതായിട്ട് പറഞ്ഞത്. ഈ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മൂന്നാമത്തത് മാഗ്നറ്റിക് ഡ്രൈവ് പമ്പ്. സീൽലെസ് പമ്പ് എന്നാണ് നമ്മൾ പറയല്, മാഗ്നറ്റിക് ഡ്രൈവ് പമ്പ്. ഈ പേരിൽ തന്നെ അതെന്താണെന്നില്ല മനസ്സിലാക്കാം നമുക്ക്. മാഗ്നറ്റിക് ഡ്രൈവ് പമ്പ് അല്ലേ, എന്തായിരിക്കും അതിൻ്റെ ഡ്രൈവ്, മാഗ്നറ്റിക് ഡ്രൈവ് ആണ് അതിൽ വരുന്നത്. So these pumps uses magnetic coupling instead of shaft seal eliminating ലീക്കേജും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഷാഫ്റ്റിന്റെ സീലിനൊക്കെ പകരം ഇവിടെ എന്താണ് മാഗ്നറ്റിക് കപ്ലിംഗ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിൽ ഈ മാഗ്നറ്റിക് ഡ്രൈവ് പമ്പിൽ ഉപയോഗിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു മാഗ്നറ്റിക് ഡ്രൈവ് പമ്പിന്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ത്രസ്റ്റ് ബിയറിംഗ് ഉണ്ട്. നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇവിടെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു ഇന്റേണൽ മാഗ്നറ്റും ഉണ്ട്. ഇതിൽ ഫിഗർ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ഇതിൽ എക്സ്റ്റേണൽ മാഗ്നറ്റും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഇന്റേണൽ മാഗ്നറ്റും ഉണ്ട്. പിന്നെ ഇവിടെ ഇമ്പല്ലറും ഷാഫ്റ്റും അതിന്റെ കപ്ലിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് മോട്ടർ, ഈ ഒരു ബ്ലാക്ക് കാണുന്ന മോട്ടറിന്റെ ബ്രാക്കറ്റ്സ് ആണ് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള നമ്മളെന്താ പറയുക ഫൗണ്ടേഷനും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സോ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മോട്ടോർ ഡ്രൈവ്സ് ആൻഡ് ഔട്ടർ മാഗ്നറ്റ്. മാഗ്നറ്റിക് ഫോഴ്സ് റൊട്ടേറ്റ്സ് ദ ഇന്നർ മാഗ്നറ്റ് ടു അറ്റാച്ച് ദി ഇമ്പല്ലർ, നോ ഡയറക്റ്റ് ഷാഫ്റ്റ് കണക്ഷൻ. അപ്പോൾ ഔട്ടർ മാഗ്നറ്റ് ആണ് മോട്ടറിലേക്ക് ഡ്രൈവ് കൊടുക്കുന്നത് നമ്മൾ ഔട്ടർ മാഗ്നറ്റിലൂടെയാണ്. ഔട്ടർ മാഗ്നറ്റ് എന്ത് ചെയ്യുന്നു, ഇന്നർ മാഗ്നറ്റിനെ ഇമ്പല്ലർ ഫിറ്റ് ചെയ്തിട്ടുള്ള ഇന്നർ മാഗ്നറ്റിനെ എന്ത് ചെയ്യുന്നു അതിലോട്ട് അറ്റാച്ച് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ഇതിൽ മാഗ്നറ്റിക് ഡ്രൈവ് പമ്പ് വർക്ക് ചെയ്യുന്നത്. സോ അവിടെ എന്തില്ല സീലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സീൽലെസ് പമ്പ് എന്നുള്ള രീതിയിലും നമ്മൾ ഇതിനെ പറയാറുണ്ട്. മാഗ്നറ്റിക് ഡ്രൈവ് പമ്പിന് സീൽലെസ് പമ്പ് എന്നും പറയാറുണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് നോക്കാം നമുക്ക്. ലീക്ക് പ്രൂഫ് ഡിസൈൻ എന്ന് പറയുമ്പോൾ അതായത് നമുക്കിവിടെ സീലോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ലീക്ക് പ്രൂഫായി ഡിസൈനിൽ വരുന്ന പമ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കേട്ടോ, സീൽലെസ് പമ്പ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡ്രൈവ് പമ്പ് എന്നുള്ള രീതിയിൽ പറയാം. സേഫ് ഫോർ ഹസാർഡസ് കെമിക്കൽസ്, റെഡ്യൂസ്ഡ് മെയിൻ്റെനൻസ്. അപ്പോൾ നമുക്ക് ഇതിൽ ലീക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് സേഫുമാണ്. അപ്ലിക്കേഷൻസ് ടോക്സിക് കെമിക്കൽ ഹാൻഡ്ലിങ്, ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റ്സ്, അതേപോലെ തന്നെ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഇവിടെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ടൈപ്പ് പമ്പിൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നാലാമത് റബ്ബർ ലൈൻഡ് ഓർ പ്ലാസ്റ്റിക് ലൈൻഡ് പമ്പ്സ് അല്ലേ. അത് നിങ്ങൾക്ക് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അത് കാണാൻ പറ്റും. റബ്ബർ ലൈൻസ് അല്ലെങ്കിൽ ആ ഒരു സീലിംഗ് അല്ലേ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ലൈനിങ് കാണാൻ പറ്റും. ദീസ് പമ്പ്സ് ഹാവ് എ മെറ്റൽ ബോഡി വിത്ത് ഇന്നർ ലൈനിങ് ഓഫ് റബ്ബർ ഓർ PTFE അല്ലേ. നമ്മൾ ടെഫ്ലോൺ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെയാണ്, അതായത് ഇന്നർ ലൈനിങ് മെറ്റൽ കൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ മൊത്തം ഇന്നർ ലൈനിങ്, അതായത് ഈ പമ്പിലൂടെ ഈ കൊറോസീവ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ഹസാർഡസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ എന്തുണ്ടായിരിക്കും, ഒന്നെങ്കിൽ റബ്ബറിൻ്റെ കോട്ടിംഗ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ PTFE കോട്ടിംഗ് ഉണ്ടായിരിക്കും. പർപ്പസ് എന്ന് പറയുന്നത് ദ ലൈനിങ് പ്രൊട്ടക്ട്സ് ദ മെറ്റൽ പാർട്സ് ഫ്രം കൊറോസീവ് അറ്റാക്സ് അല്ലെ. മെറ്റൽ പാർട്സിലേക്ക് ഡയറക്റ്റ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഇത് വരുന്നില്ല, മെറ്റലിലോട്ട് ഡയറക്റ്റ് ഒരിക്കലും ഈ കൊറോസീവ് ഫ്ലൂയിഡ്സ് കോണ്ടാക്ട് വരുന്നില്ല. സോ ഈ റബ്ബറിലോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ PTFE മാത്രമേ എന്ത് വരുന്നുള്ളൂ. സോ അതുകൊണ്ട് എന്താണ് പെട്ടെന്നുള്ള കൊറോഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ സംഭവിക്കില്ല. ഇനി അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സലന്റ് കൊറോഷൻ റെസിസ്റ്റൻസ്, ലോവർ കോസ്റ്റ് കമ്പയർഡ് ടു സോളിഡ് കൊറോഷൻ റെസിസ്റ്റന്റ് പമ്പ്.
നമുക്ക് മറ്റേ പമ്പിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കോസ്റ്റ് കുറവാണ്. കാരണം നമ്മൾ നോർമലി സാധാരണ ലോ കോസ്റ്റ് ആയിട്ടുള്ള മെറ്റൽ പമ്പ്സ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തത്തിൽ ഒരു ലൈനിങ് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ആസിഡ് പ്ലാന്റ്സ്, മൈനിങ് ഇൻഡസ്ട്രീസ്, കെമിക്കൽ ട്രാൻസ്ഫർ സിസ്റ്റംസ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് ഈ കൊറോസീവ് ഫ്ലൂയിഡ്സ് എവിടെയൊക്കെ ഉപയോഗിക്കാമെന്നില്ല നോക്കിയാൽ തന്നെ ഇത്തിരി ലോജിക്ക് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നതിൻ്റെ സീലുകളെ കുറിച്ചാട്ടോ, അതിൻ്റെ പാക്കിങ്ങും സീലിങ്ങിനെ കുറിച്ചാണ്. സ്പെഷ്യൽ ഗ്ലാൻസ് യൂസ്ഡ് ഫോർ കൊറോസീവ് ഫ്ലൂയിഡ്സ്. കൊറോസീവ് ഫ്ലൂയിഡ്സിന് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ഗ്ലാൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ഗ്ലാൻസ് ഉപയോഗിക്കുന്നുണ്ട് എന്നും ആ ഗ്ലാൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു PTFE അല്ലേ, PTFE ഗ്ലാൻഡ് പാക്കിംഗ് എന്ന് പറയുന്നത് നമ്മളെ ടഫ്ലോൺ ടൈപ്പ്. ടഫ്ലോൺ ആണ്, ടഫ്ലോൺ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. അതിന് പേര് എങ്ങനെ PTFE എന്ന് വരുന്നത് കൊണ്ട് അങ്ങനെ പറയുന്നുള്ളൂ. PTFE ഗ്ലാൻഡ് പാക്കിങ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻറ്റ് ടു കെമിക്കൽസ്, ലോ ഫ്രിക്ഷന്, ലോങ് സർവീസ് ലൈഫ്. ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ നെറ്റിലെ റെസിസ്റ്റൻസ് ഹൈലി റെസിസ്റ്റൻ്റ് ആണ്, എന്ത് കെമിക്കൽസുമായിട്ട് റിയാക്ട് ആവുന്നിടത്ത്. അതേപോലെ തന്നെ ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. അതേപോലെ സർവീസ് ലൈഫ് കൂടുതലായിരിക്കും, ലൈഫ് കുറച്ച് കൂടുതലായിരിക്കും. നമുക്ക് എപ്പോഴെപ്പോഴും സീല് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ. ദെൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ആസിഡ് പമ്പ്സ്, അതേപോലെ തന്നെ കെമിക്കൽ പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ്. ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ആസിഡ് പമ്പുകളിൽ അതിൽ കെമിക്കൽ പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ്സിലൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നമുക്ക് സീൽസ് വേണ്ടി വരില്ലോ, ഇമ്പല്ലറിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ പുറത്തോട്ട് പോകുന്ന സ്ഥലങ്ങളിലും നമ്മുടെ പമ്പ് ബോഡി ഡിസ്മാൻഡിൽ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സീൽസ് കൊടുത്തിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പമ്പിനെ അസംബിൾ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ആണ് ഗ്രാഫൈറ്റ് പാക്കിങ്. കേട്ടോ. മെറ്റീരിയൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കുക, ഒരു പമ്പിൻ്റെ സെൻറ്ററിലുള്ള ഷാഫ്റ്റിലോട്ടുള്ള ഒരു പാക്കിങ് കൊടുത്തത് നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാൻ പറ്റും. ഗുഡ് കൊറോഷൻ റെസിസ്റ്റൻസ്, വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ, എക്സലൻറ്റ് സീലിംഗ് പ്രോപ്പർട്ടീസ്. ഗ്രാഫൈറ്റിന് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളാണ് അതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത് അല്ലേ. അപ്ലിക്കേഷന് കെമിക്കൽ പാൻസ്, ഹൈ ടെമ്പറേച്ചർ പമ്പ്സ്. അപ്പോൾ ഇതിന് ഈ ഒരു ഹൈ ടെമ്പറേച്ചർ താങ്ങാൻ പറ്റും എന്നുള്ളത് ഒരു ഗ്രാഫൈറ്റ് പാക്കിങ്ങിൻ്റെ ഒരു ഫീച്ചറായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്ന ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് പമ്പ് ചെയ്യുന്ന പമ്പ്സിൽ ഏത് പാക്കിംഗ് അല്ലെങ്കിൽ ഏത് സീലാണ് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ആൻസർ ഗ്രാഫൈറ്റ് പാക്കിംഗ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ പറയാം. നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് മെക്കാനിക്കൽ സീൽസ് റീപ്ലേസ് കൺവെൻഷണൽ ഗ്ലാൻഡ് പാക്കിങ്. കൺവെൻഷണൽ ആയിട്ടുള്ള ഗ്ലാൻഡ് പാക്കിങ്ങിനെ ഒഴിവാക്കുന്നതാണ് മെക്കാനിക്കൽ സീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് റൊട്ടേറ്റിംഗ് സീൽ ഫേസ്, സ്റ്റേഷനറി സീൽ ഫേസ്, സ്പ്രിങ്, ഓറിങ്സ്, സീൽ ഹൗസിങ്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് സീൽ ഫേസ് ഉണ്ട് അല്ലേ, ഒരു റൊട്ടേറ്റിംഗ് ഉണ്ട്. ഈ ഒരു ഗ്രീൻ കളറിൽ കാണിക്കുന്നത് ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആയതുകൊണ്ടാണ് മുകളിലും താഴെയും കാണിക്കുന്നത്. സോ ഇവിടെ ഗ്രീനിൽ കാണിക്കുന്നത് ഈ ഒരു ഇവിടെ ഒരു എന്താ പറയുക ചുറ്റും അതിന് ചുറ്റും നിന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഷാഫ്റ്റിൻ്റെ അല്ലേ സർക്കംഫറൻഷ്യൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് റൊട്ടേറ്റിംഗ് സീൽ ഫേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പുറത്തൊരു സ്റ്റേഷനറി സീൽ ഫേസ് പോലെ ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ആയിട്ടുള്ള ഒരു പാക്കിങ്ങും ഒരു ഇതും കാണാൻ പറ്റും, ഈ ഒരു സീലും കാണാൻ പറ്റും അല്ലേ. റൊട്ടേറ്റിംഗ് സീൽ ഫേസ് ഉണ്ട്. അതേപോലെ തന്നെ അല്ല ഇത് ഈ ഒരു ഭാഗം കേട്ടോ റൊട്ടേറ്റിംഗ് സീൽ ഫേസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇവിടെ നമുക്കൊരു ഫിക്സഡ് ആയിട്ടുണ്ട്. ഇത് ഈ ഷാഫ്റ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് എന്ത് ചെയ്യും, ഇവിടെ ഈ ഒരു പാർട്ടിൽ ഫിക്സഡ് ആയിരിക്കും. ഇവിടെയാണ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന സംഭവം ഉള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളെ റിങ്സ് ആണ്, ഓയിൽ റിങ്സ് കാര്യങ്ങളാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ഏതൊരു നെട്ട് ബോൾട്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വാഹനങ്ങളുടെ എഞ്ചിൻ്റെ ഒക്കെ ഓയിൽ അഴിച്ചെടുക്കുന്ന ഡ്രെയിൻ നെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ റേഡിയേറ്ററിന് അയച്ചെടുക്കാൻ പോകുന്ന ഒരു ഡ്രെയിൻ നെറ്റ് ഉണ്ട്, ഡ്രെയിൻ കോക്ക് ഡ്രെയിൻ നെറ്റ് എന്ന് പറയാറുണ്ട്. ഈ ഡ്രെയിൻ നെറ്റിനും എഞ്ചിൻ ഓയിൽ അയക്കുന്ന ഓയിൽ സമ്പിലെ ഡ്രെയിൻ നെറ്റിനൊക്കെ അവിടെ ഓറിങ്സ് ഉണ്ടാവും. ഓറിങ്സ് പറഞ്ഞാൽ ആ നെറ്റിന് ചുറ്റും ഒരു പോലുള്ള ഒരു റിംഗ് വാഷർ ഉണ്ടായിരിക്കും. മോസ്റ്റ്ലി റബ്ബർ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരം പ്ലാസ്റ്റിക് മെറ്റീരിയൽ. സോ ആ സാധനങ്ങളാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഡൈനാമിക് റിംഗ് എന്നുള്ള രീതിയിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഡൈനാമിക് റിംഗ്, സ്റ്റാറ്റിക് റിംഗ് എന്ന് പറയുന്നത്. ഡൈനാമിക് റിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. സ്റ്റാറ്റിക് ഇത് മറ്റേ ഫിക്സറിൻ്റെ കൂടെ തന്നെ ഫിക്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് റിംഗ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ ഇതൊരു മെക്കാനിക്കൽ സീൽസുമായി ബന്ധപ്പെട്ടാണ്. ഇതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കാർബൺ, സെറാമിക്, സിലിക്കൺ കാർബൈഡ്, സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആകുമ്പോൾ ബെറ്റർ സീലിംഗ്, പ്രിവെൻറ്റ്സ് ലീക്കേജ് ഓഫ് ഹസാർഡസ് കെമിക്കൽസ്, അതേപോലെ തന്നെ ലെസ് മെയിൻ്റെനൻസ്. ഇതാണ് നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് കാര്യങ്ങളായിട്ട് നമുക്ക് വരുന്നത്. ദെൻ ആപ്ലിക്കേഷനായിട്ട് കെമിക്കൽ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, ഓയിൽ റിഫൈനറീസ്, അതേപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റ്സ്. ഇതെന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പെടുന്നതാണ്. അപ്പോൾ ഇത്രയും ഇതിന് സീലുകളെ കുറിച്ചാണ്, പാക്കിംഗ് സീലുകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു പോയിന്റ് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്ഷനായിട്ട് തന്നെ പറയേണ്ടതാണ്. അഡ്വാൻറ്റേജസ് ഓഫ് സ്പെഷ്യൽ പമ്പ്സ് ആൻഡ് ഗ്ലാൻസ്. ഈ ഒരു
സ്പെഷ്യൽ പമ്പ്സിൻ്റെയോ ഗ്ലാൻസിൻ്റെയും ഒരു അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എങ്കിലും നമുക്ക് ജസ്റ്റ് ഓരോന്നോരോന്നോ പോയിന്റ് നോക്കാം. കാരണം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിവെന്റ് കൊറോഷൻ ഡാമേജ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അത് കൊറോഷൻ കാരണം ഉണ്ടാകുന്ന പമ്പിന്റെ ഇന്നർ ബോഡി പാർട്സിലെ പമ്പിന്റെ അകത്തുള്ള ബോഡി പാർട്സിന് ഉള്ള ഡാമേജ് കാര്യങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു ലക്ഷ്യം. അതാണ് നമ്മൾ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെഷ്യൽ പമ്പ്സ് അല്ലെങ്കിൽ ഇതേ ടൈപ്പ് ഗ്ലാൻസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കാരണം ഈ ഓയിൽസ് ഒന്നും പുറത്തോട്ട് അങ്ങനെ ലീക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, ഹസാർഡസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ഓയിൽസ് ഒന്നും അങ്ങോട്ട് ലീക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊറോഷൻ റെസിസ്റ്റൻസ് കാര്യങ്ങൾ ഉണ്ടാവും. സോ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻക്രീസ് എക്യുപ്മെന്റ് ലൈഫ് ഇൻക്രീസ് ആവും. നോർമലി മറ്റേ രീതിയിൽ തന്നെ ചിന്തിച്ചാൽ മതി. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്താവും ഈ എക്യുപ്മെന്റ് പെട്ടെന്ന് കേടുവരും. പെട്ടെന്ന് കേടുവരും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ സർവീസിന്റെ പീരീഡ് കുറയും അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. റെഡ്യൂസ് ലീക്കേജ് ഫോർ ഹസാർഡസ് ഫ്ലൂയിഡ്സ്. ഹസാർഡസ് ഫ്ലൂയിഡ്സിന്റെ ലീക്കേജ് കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ് സേഫ്റ്റി ഇൻ കെമിക്കൽ പ്ലാന്റ്സ് സേഫ്റ്റി ഇംപ്രൂവ് ആവും. റെഡ്യൂസ് മെയിൻ്റെനൻസ് കോസ്റ്റ്. ഈ സേഫ്റ്റി എന്ന് പറയുമ്പോൾ രണ്ട് സേഫ്റ്റിയും വരുന്നുണ്ടോ. മെഷീൻ സേഫ്റ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഹ്യൂമൻ സേഫ്റ്റി എന്ന് പറയാം കേട്ടോ. അവിടെ അതിന് ചുറ്റും വർക്ക് ചെയ്യുന്ന ആളുകളുടെ സേഫ്റ്റിയെ കുറിച്ചും നമുക്കതിൽ ബോധേഡാണ്. അതേപോലെ തന്നെ നമ്മളുടെ മെഷീൻസിന്റെ സേഫ്റ്റി ഉണ്ട്. മെഷീനും തന്നെ ഒരു നിശ്ചിത ഇതിൽ നിൽക്കണമല്ലോ. അതാണ് റെഡ്യൂസ് മെയിൻ്റെനൻസ് കോസ്റ്റ് എന്തായിരിക്കും, കുറക്കാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ഒരു സ്പെഷ്യൽ പമ്പ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ സീൽസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഗ്യാസ്കറ്റ് സിമെന്റ് യൂസ് ടു പ്രിവെന്റ് ലീക്കേജ്. നമ്മൾ ഇതിന് ലീക്കേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ്കറ്റ്സ് ആദ്യ കാലങ്ങളിലൊക്കെ നമുക്ക് ഓരോന്നിൻ്റെയും ഗ്യാസ്കറ്റ്സ് പ്രോപ്പറായിട്ട് നമുക്കത് മേടിക്കാൻ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു നമ്മൾ എഞ്ചിൻ്റെ കേസ് തന്നെ എടുക്കാം. എഞ്ചിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെഡിന് വേണ്ടിയിട്ട് ഹെഡ് ഗ്യാസ്കറ്റ് എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും. മാനിഫോൾഡ് ഉപയോഗിക്കുന്നതോടത്ത് മാനിഫോൾഡ് ഗ്യാസ്കറ്റ് പറഞ്ഞ് മേടിക്കാൻ കിട്ടും. പമ്പിൻ്റെ ആണെങ്കിൽ പമ്പിൻ്റെ ഗ്യാസ്കറ്റ് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ നമ്മൾ 2 വീലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ്റെ മൊത്തം കിറ്റ് പറഞ്ഞ് മേടിക്കാൻ കിട്ടും ഒരു വാഹനത്തിന്. അപ്പോൾ അതിലെന്തുണ്ടായിരിക്കും, വാൾവ് അതേമാതിരി തന്നെ അവിടുത്തെ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കും. റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിസ്റ്റൺ റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മൾ എഞ്ചിൻ്റെ കിറ്റ് എന്ന് പറഞ്ഞിട്ട് മേടിക്കുന്നത്. അതേപോലെ തന്നെ ആണ് ആദ്യം കിറ്റ്. ഇപ്പോൾ നമുക്ക് കിറ്റിനേക്കാളും കൂടുതൽ വരൽ പേസ്റ്റ് ആണ് അല്ലേ. അതായത് ട്യൂബായിട്ട് ഉള്ള സിമെന്റ്സ്, അത് ആ പേസ്റ്റാണ് വരിക. നമ്മൾ എവിടെ ഇടുന്നു, നമ്മൾ ആ ഗ്യാസ്കറ്റ് ഇടേണ്ട സ്ഥലങ്ങളിലോട് അല്ലെങ്കിൽ നമുക്ക് ലീക്കേജ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പ്രോപ്പറായിട്ട് പേസ്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് സാധനം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഗ്യാസ്കറ്റ് പോലെ അവിടെ ഫീൽ ചെയ്യും. ദെൻ അത് അയച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു ഗ്യാസ്കറ്റിൻ്റെ കേസിലാണെങ്കിലും ഈ സിമെന്റ്സിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ പേസ്റ്റ് ഇടുകയാണെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിലും വൺസ് നമ്മൾ അയച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ഡാമേജ് ആയി പീസ് അയച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു മെയിൻ്റെനൻസിന് വേണ്ടി അയക്കുകയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ഗ്യാസ്കറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. അത് റീപ്ലേസ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ ഉള്ളതിലുള്ളൂ. അതിൽ റിപ്പയറിങ്ങോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിടുന്ന പരിപാടിയോ ഒന്നും അത് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അത് നല്ലതല്ല എന്ന് പറയാൻ കാരണം അവിടെ എന്ത് ചെയ്യും, ഡാമേജ് വീണ്ടും അവിടെ ലീക്ക് കാര്യങ്ങൾ വരും. അത്രയും പ്രോപ്പറായിട്ട് വേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, സിമെന്റ് ഗ്യാസ്കറ്റ്സ് യൂസ് ടു പ്രിവെന്റ് ലീക്കേജ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തൊക്കെ അതിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഈ ഗ്യാസ്കറ്റ് സിമെന്റിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഗ്യാസ്കറ്റ് സിമെന്റ് normally gasket sealant is a sealing compound applied on a gasket between two mating surface to prevent leakage of liquid, gas, steam or oil. ഓയിലോ ഗ്യാസോ ലിക്വിഡോ ഈ ഇതൊക്കെ പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് രണ്ട് സർഫസുകൾ തമ്മിൽ കൂട്ടി ജോയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ലീക്കേജ് തടയുന്നതിന് വേണ്ടിയിട്ട്, ലിക്വിഡിന്റെ ലീക്കേജ് ആകാം, ഗ്യാസ് ആകാം, സ്റ്റീം ആകാം, ഓയിലാകാം, എന്തായിക്കോട്ടെ. അപ്പോൾ അതിന്റെ ലീക്കേജ് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു സീലിംഗ് കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്യാസ്കറ്റ് സിമെന്റ് അല്ലെങ്കിൽ സിമെന്റ് ഗ്യാസ്കറ്റ് എന്നൊക്കെ പറയുന്നത്. സിമെന്റ്സ് എന്നാണ് നമ്മൾ നോർമലി ഷോർട്ടായിട്ട് നമ്മൾ പറയാറുള്ളത്. ഇൻ എനി മെക്കാനിക്കൽ ജോയിൻറ്റ്സ് സച്ച് ആസ് പൈപ്പ് ഫ്ലാഞ്ചസ്, പമ്പ് കേസിങ്സ്, എഞ്ചിൻ കവേഴ്സ്, വാൾവ് ജോയിൻറ്റ്സ്, സ്മാൾ സർഫസ് ഇറഗുലാരിറ്റീസ് മേ എക്സിസ്റ്റ്. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ ജോയിൻറ്റ്സ് ഉള്ളത് പൈപ്പിന്റെ ഫ്ലേഞ്ച് ആയിക്കോട്ടെ, അതേപോലെ തന്നെ പമ്പിന്റെ കേസിംഗ് ആയിക്കോട്ടെ, പമ്പിന്റെ അറ്റാച്ച് ചെയ്യുന്ന ഭാഗം ആയിക്കോട്ടെ, എഞ്ചിൻ കവറുകൾ, വാൾവ് ജോയിൻറ്റ്സ്, ഇത് എത്രത്തോളം നമ്മൾ സ്മൂത്ത് ചെയ്ത് പ്രോപ്പർ ഫിനിഷ് ആണെന്നുണ്ടായാലും അവിടെ ചെറിയ എന്ത് ചെയ്യണം, സർഫസ് ഇറഗുലാരിറ്റീസ് മേ ബി ഉണ്ടാകാം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്യാസ്കറ്റ് സിമെന്റ്സ് ഫിൽ ദിസ് ഇറഗുലാരിറ്റീസ് ആൻഡ് ക്രിയേറ്റ്സ് എ ലീക്ക് പ്രൂഫ് ജോയിന്റ്. അപ്പോൾ നമ്മൾ ഗ്യാസ്കറ്റ് സിമെന്റ് ഫിൽ ചെയ്യുന്നത് കാരണം എന്ത് ചെയ്യുന്നു, ആ ഇറഗുലാരിറ്റീസ് ഇല്ലാതായി അവിടെ എന്ത് ചെയ്യും, ഒരു ലീക്ക് പ്രൂഫ് ജോയിന്റ് നമുക്ക് ലഭിക്കുന്നു. അതാണ് ഗ്യാസ്കറ്റ് സിമെന്റുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് ഫസ്റ്റ് വരേണ്ടത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫംഗ്ഷൻസ് ഓഫ് എ ഗ്യാസ്കറ്റ് സിമെന്റ്. ഇതിന്റെ ഫംഗ്ഷൻസ് ആണ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ പോയിന്റിൽ തന്നെ അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും ഉണ്ടല്ലോ. പ്രിവെന്റ് ലീക്കേജ് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഗ്യാസസ്, മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ,
ഈ ഒരു മേറ്റിംഗ് സർഫസിലൂടെ ഇപ്പം നമ്മളിവിടെ ഹെഡ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ സിലിണ്ടർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇത് രണ്ടിനും കൂടി അടിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഗ്യാസ്കറ്റ് ഇട്ട് കൊടുക്കും. ഇതിന്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഗ്യാസ് ലീക്ക് ഉണ്ടാകാൻ പാടില്ല. ഇല്ലല്ലോ, ഇവിടെ ഗ്യാസ് ലീക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിലാണ് പ്രിവെന്റ് ലീക്കേജ് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഗ്യാസസ്, ഇംപ്രൂവ് ദ സീലിംഗ് എബിലിറ്റി ഓഫ് ദി ഗ്യാസ്കറ്റ്, ഇംപ്രൂവ് ദി സീലിംഗ് എബിലിറ്റി ഓഫ് ദി ഗ്യാസ്കറ്റ്, ഫിൽ സ്മാൾ സർഫസ് ഡിഫക്ട്സ് ആൻഡ് സ്ക്രാച്ചസ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഈ സർഫസിൽ നമ്മൾ എത്രത്തോളം മെഷീൻ ചെയ്തതാണ് എന്ന് പറഞ്ഞാലും, മെഷീനിങ് കാരണം പ്രോപ്പർ ആയിരിക്കണം. നമ്മൾ മെഷീൻ ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോൺ ലെവലിലുള്ള, കണ്ടുകൊണ്ടൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ചെറിയ മൈക്രോൺ ലെവലിലുള്ള ഇറഗുലാരിറ്റീസ് എന്തായാലും സർഫസിൽ ചിലപ്പോൾ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗ്യാസ്കറ്റ് സിമെന്റ് കൊണ്ട് നമുക്കത് ഫില്ല് ചെയ്ത് പോകാൻ പറ്റും. ഹോൾഡ് ഗ്യാസ്കറ്റ്സ് ഇൻ കറക്റ്റ് പൊസിഷൻ ഡ്യൂറിങ് അസംബ്ലി ചെയ്യുന്ന സമയത്ത് ഗ്യാസ്കറ്റ് കറക്റ്റ് ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്യണം. അതായത് പുറത്തോട്ട് പോകാത്ത എന്തെങ്കിലും ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഹോളുകളൊക്കെ ഒഴിവാക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കി കാര്യങ്ങൾ ഫിറ്റ് ചെയ്യണം. ഇൻക്രീസ് ദ ലൈഫ് ഓഫ് ദി ഗ്യാസ്കറ്റ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഗ്യാസ്കറ്റ് സിമെന്റിന്റെ ഫംഗ്ഷൻസിൽ വരുന്നതാണ്. അതായത് നമ്മൾ ഗ്യാസ്കറ്റ് ഇടുന്ന സമയത്ത് തന്നെ ചില സമയങ്ങളിൽ ഗ്യാസ്കറ്റ് കോമ്പൗണ്ടിങ് പേസ്റ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട്. റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് ഗ്യാസ്കറ്റ്. റിക്വയർമെന്റ്, നമ്മളൊരു ഗുഡ് ഗ്യാസ്കറ്റിന് ഉണ്ടായിരിക്കേണ്ട റിക്വയർമെന്റ് എന്തൊക്കെയാണ് അല്ലേ? ഗുഡ് അഡീഷൻ ടു മെറ്റൽ സർഫസ്. രണ്ട് മെറ്റൽ സർഫസ് നമ്മൾ കൂടി ചേരുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഗ്യാസ്കറ്റ് സിമെന്റ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഗുഡ് അഡീഷൻ കപ്പാസിറ്റി അല്ലേ, ഗുഡ് അഡീഷൻ എബിലിറ്റി ഉണ്ടായിരിക്കണം. നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ച് കറക്റ്റ് ആയിട്ട് നിൽക്കണം, ബൈൻഡ് ചെയ്ത് നിൽക്കണം. റെസിസ്റ്റൻസ് ടു ഓയിൽ, വാട്ടർ ആൻഡ് കെമിക്കൽ ആൻഡ് ഹീറ്റ്. ഓയിൽ, വാട്ടർ, കെമിക്കൽസ്, അതേ ഹീറ്റ്, ഇതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവും കൂടി ഈ മെറ്റീരിയലിൽ ഉണ്ടായിരിക്കണം. ഫ്ലെക്സിബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് വൈബ്രേഷൻ. വൈബ്രേഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. ചെറിയ രീതിയിലെ വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഈ ഗ്യാസ്കറ്റിന് എന്ത് ചെയ്യും, ഒരു കുഷനിങ് എഫക്റ്റ് പോലെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ഈസി അപ്ലിക്കേഷൻ ആൻഡ് റിമൂവൽ. പെട്ടെന്ന് അഴിക്കാനും അല്ലേ, നമുക്ക് എന്താ പറയുക, ഫിറ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ലെങ്കിലും അഴിച്ചെടുക്കുമ്പോൾ നമുക്കത് ഒട്ടിപ്പിടിച്ച് നിൽക്കാതെ നമുക്ക് കറക്റ്റ് ഊരി എടുക്കണം. അതിലേക്ക് ലൈഫ് എന്തായിരിക്കണം, ലോങ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഒരു നല്ല ഗുഡ് ഗ്യാസ്കറ്റിൻ്റെ എന്ത് വരുന്നതാണ്, റിക്വയർമെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് ഗ്യാസ്കറ്റ്സ് ആണ്. ടൈപ്സ് ഓഫ് ഗ്യാസ്കറ്റ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഗ്യാസ്കറ്റ് ആണ്. നമ്മളിത് ഓരോന്നോരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഷെല്ലാക്ക് ഗ്യാസ്കറ്റ് സിമെന്റ്. രണ്ടാമത്തെ റബ്ബർ ബേസ്ഡ് ഗ്യാസ്കറ്റ് സിമെന്റ്. മൂന്നാമത്തെ സിലിക്കോൺ ഗ്യാസ്കറ്റ് സിമെന്റ്. നാലാമത്തെ ഗ്രാഫൈറ്റ് ബേസ്ഡ് ഗ്യാസ്കറ്റ് സിമെന്റ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഷെല്ലാക്ക് ഗ്യാസ്കറ്റ് സിമെന്റ്. ഈ ഷെല്ലാക്ക് നമ്മൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. ഷെല്ലാക്ക് ഇട്ട് ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിലൊരു പൈപ്പ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അല്ലേ, ആ പൈപ്പ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഷെല്ലാക്ക് മേടിക്കാൻ കിട്ടും. അത് പൈപ്പിലുള്ള PVC-ക്കുള്ള ഷെല്ലാക്കാണ്. അത് ഓരോ മെറ്റീരിയലിനും അനുസരിച്ച് ഷെല്ലാക്ക് മാറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ നോർമലി ഷെല്ലാക്കാരെ മേടിച്ച് കൊണ്ടിരുന്നു അല്ലേ, പൈപ്പിന്റെ ജോയിന്റിൽ ഒരു പൈപ്പിന്റെ ഇന്നറിലും മറ്റേ പൈപ്പിന്റെ ഔട്ടറിലും എന്ത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് പൈപ്പിനും കൂടിയിട്ട് കൈകൊണ്ട് നമ്മളെ എന്താ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജോയിന്റ് ആക്കും. അത് നോർമലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, ഇതിൽ ഉപയോഗിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഗണ്ണ് ഉപയോഗിച്ചിട്ടും ഷെല്ലാക്ക് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഷെല്ലാക്ക് ഗ്യാസ്കറ്റ് സിമെന്റ് ഈസ് മെയ്ഡ് ഫ്രം നാച്ചുറൽ ഷെല്ലാക്ക് റെസിൻ ഡിസോൾവ്ഡ് ഇൻ ആൽക്കഹോൾ. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഗ്യാസ്കറ്റ് സീലിംഗ് കോമ്പൗണ്ട്സ് യൂസ്ഡ് ഇൻ മെഷീനറിയിൽ ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ്. അതായത് ചീപ്പാണ് എന്ന് പറയാം. ചീപ്പായിട്ട് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതായത് നാച്ചുറൽ ഷെല്ലാക്ക് റെസിൻ ഡിസോൾവ്ഡ് ഇൻ ആൽക്കഹോൾ. അതാണ് അതിൻ്റെ ഒരു മെറ്റീരിയൽ. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഫോംസ്. ഇത് ഒരു ഷെല്ലാക്ക് കോമ്പൗണ്ട് പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് എല്ലാത്തിനും പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. ഫോംസ് എ ഹാർഡ് ആൻഡ് ടൈറ്റ് സീൽ ആഫ്റ്റർ ഡ്രൈ. ഉണങ്ങി കഴിഞ്ഞാൽ അവിടെ പ്രോപ്പറായിട്ട് ടൈറ്റ് ആയിട്ടുള്ള സീലിംഗ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ രണ്ട് മെറ്റീരിയൽ പാർട്ടിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഷെല്ലാക്ക് ഇടുകയാണ് നടക്കുന്നത്. ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ഗുഡ് റെസിസ്റ്റൻസ് ടു ഓയിൽ ആൻഡ് പെട്രോളിയം പ്രൊഡക്ട്സ്. അതേപോലെ തന്നെ പ്രൊവൈഡ്സ് ഗുഡ് അഡീഷൻ ടു മെറ്റൽ സർഫസ്. അപ്പോൾ നമ്മൾ മെറ്റൽസിൽ ഇടുന്ന ഷെല്ലാക്കും റബ്ബറിൽ ഇടുന്ന ഷെല്ലാക്കും പ്ലാസ്റ്റിക് ഇടുന്ന ഷെല്ലാക്കും മൂന്നാണ്. പക്ഷെ അത് ആ മെറ്റീരിയൽസിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ അറിയാൻ പറ്റും. എന്തായാലും ഷെല്ലാക്ക് ഗ്യാസ്കറ്റ് സിമെന്റ് ആണ് ഫസ്റ്റ് വരുന്നത് അതിൽ പ്രോപ്പർട്ടീസ്. ഇനി നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും കൂടി നോക്കണം. ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ അപ്ലിക്കേഷൻസ് ആയിട്ട് പറയാനുള്ളത് ഫ്യൂൽ സിസ്റ്റം, ജോയിൻസ്, കാർബറേറ്റർ ഗ്യാസ്കറ്റ്, ലൈറ്റ് മെഷീനറി പാർട്സ്, ഓയിൽ പമ്പ് കവേഴ്സ്. ഇതൊക്കെ ഇതിൽ നമ്മൾ ഈ ഒരു ഷെല്ലാക്ക് ഉപയോഗിക്കുന്നിടത്തുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് എക്സലന്റ് ഓയിൽ ആൻഡ് പെട്രോൾ റെസിസ്റ്റൻസ്, ഈസി ടു അപ്ലൈ ആൻഡ് സ്പ്രെഡ്, ഫോംസ് സ്ട്രോങ് അഡീഷൻ ടു മെറ്റൽ സർഫസ്. ഇത് മൂന്നുമാണ് നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. എന്താണ്? ഓയിൽ പെട്രോളിന് ഉള്ള റെസിസ്റ്റൻസ്, എക്സലന്റ് ഓയിൽ ആൻഡ് പെട്രോൾ റെസിസ്റ്റൻസ്. ഇതിന്റെ റിയാക്ട് ചെയ്യാതില്ല. ഈസി അപ്ലിക്കേഷന് നമുക്ക് എന്താണ്, ഈസിയാണ് അതിലേക്ക് സ്പ്രെഡ് ആവുന്നതും. ദെൻ ഫോംസ് സ്ട്രോങ് അഡീഷൻ ടു മെറ്റൽ സർഫസിൽ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഫില്ല് നിൽക്കും. ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത് നോട്ട് സൂട്ടബിൾ ഫോർ ഹൈ ടെമ്പറേച്ചർ അപ്ലിക്കേഷൻസിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്തായിരിക്കും, ആ കോമ്പൗണ്ടും അതിന്റെ കൂടെ തന്നെ എന്താവും,
മിക്സ് ആവും. അതായത് ഇപ്പോൾ ഒരു ആൽക്കഹോളിൽ മിക്സ് ചെയ്തിട്ടുള്ള ഡിസോൾവ് ചെയ്തിട്ടുള്ള റെസിൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി എന്താവും, ആ കട്ടിയുള്ള സാധനം ചിലപ്പോൾ ലൂസായിട്ട് അവിടെ ലീക്ക് കാര്യങ്ങൾ വരാണ്ട്. സീൽ ബിക്കംസ് ബ്രിട്ടിൽ ആഫ്റ്റർ ലോങ് യൂസ്. സീൽ ബിക്കംസ് ബ്രിട്ടിൽ ആഫ്റ്റർ ലോങ് യൂസ്. കുറേ കാലത്തെ യൂസ് ഉണ്ടെങ്കിൽ ആ സീൽ എന്തായാലും പൊട്ടുന്ന ടൈപ്പിലെ സീലായിട്ട് മാറും, ബ്രിട്ടിലായിട്ട് മാറും. ദെൻ നെക്സ്റ്റ് റബ്ബർ ബേസ്ഡ് ഗ്യാസ്കറ്റ് സിമെൻറ്റ്. റബ്ബർ ബേസ്ഡ് നമ്മൾ ഗ്യാസ്കറ്റിൽ റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മെറ്റീരിയൽസിൽ റബ്ബർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, സിന്തറ്റിക് റബ്ബേഴ്സ് കാര്യങ്ങളൊക്കെ. റബ്ബർ ബേസ്ഡ് ഗ്യാസ്കറ്റ് സിമെൻറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം സിന്തറ്റിക് റബ്ബർ കോമ്പൗണ്ട്സ് മിക്സ്ഡ് വിത്ത് അഡിസീവ്സ് ആൻഡ് സോൾവെൻസ്. അഡിസീവ്സും സോൾവെൻസും മിക്സ് ചെയ്തിട്ടുള്ള വിത്ത് സിന്തറ്റിക് റബ്ബറിനായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് റബ്ബർ ബേസ്ഡ് ഗ്യാസ്കറ്റ് സിമെൻറ്റ് ഉണ്ടായിരിക്കുക. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റിമെയിൻസ് ഫ്ലെക്സിബിൾ ആഫ്റ്റർ ക്യൂറിങ്, അതേപോലെ തന്നെ ഗുഡ് റെസിസ്റ്റൻറ്റ് ടു വൈബ്രേഷൻ ആൻഡ് മെക്കാനിക്കൽ മൂവ്മെൻറ്റ്. അപ്പോൾ റബ്ബർ ബേസ്ഡ് ആകുമ്പോൾ റബ്ബറിലാകുമ്പോൾ നമുക്കറിയാമല്ലോ കുറച്ച് വൈബ്രേഷൻസ്, കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും അല്ലേ. നോർമലി നമുക്കറിയാം റബ്ബറിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലിൻ്റെ പ്രത്യേകത നമുക്കറിയാലോ, ഫ്ലെക്സിബിൾ ആയിരിക്കും, വൈബ്രേഷൻസ്. അപ്പോൾ അതേപോലുള്ള ഗ്യാസ്കറ്റ് സിമെൻറ്റിൽ അതിൻ്റെ ഒരു കോമ്പൗണ്ട് കൂടി ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ളത് ഉണ്ടാവും. ഇനി ആപ്ലിക്കേഷൻസ് വാട്ടർ പമ്പ്, എഞ്ചിൻ പാർട്സ്, പൈപ്പ് ലൈൻ ജോയിൻസ്, മെഷീനറി കേസിങ്സ് ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ളത്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കണ്ടെന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് നമുക്ക് പറയാനല്ലോ. ഹൈ ഫ്ലെക്സിബിലിറ്റി, ഗുഡ് വൈബ്രേഷൻ റെസിസ്റ്റൻസ്, ഗുഡ് സീലിംഗ് ഫോർ മൂവിങ് കമ്പോണൻസ്. നമ്മളിവിടെ പറയുന്ന ഈ പ്രോപ്പർട്ടീസ് തന്നെ കേട്ടോ നമുക്ക് പിന്നെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത് വരിക. സ്വാഭാവികമായിട്ട് നമുക്ക് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ, കുറേ പഠിക്കാനുണ്ടെന്ന് വിചാരിക്കേണ്ട, ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഹൈ ഫ്ലെക്സിബിലിറ്റി, ഗുഡ് വൈബ്രേഷൻ റെസിസ്റ്റൻസ്, ഗുഡ് സീലിംഗ് ഫോർ മൂവിങ് കമ്പോണൻസ്. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ ലിമിറ്റഡ് റെസിസ്റ്റൻസ് ടു വെരി ഹൈ ടെമ്പറേച്ചർ മേ ഡിറ്റോറിയേറ്റ് വിത്ത് സ്ട്രോങ് കെമിക്കൽസ്. അതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് അല്ലേ. ഹൈ ടെമ്പറേച്ചറിൽ ഉള്ള റെസിസ്റ്റൻസ് കുറച്ച് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ നമുക്ക് പറയാനുള്ളത് സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ഗ്യാസ്കറ്റ് സിമെൻറ്റ്സ്. അതായത് സിലിക്കോൺ ആഡ് ചെയ്തിട്ടില്ല, നമ്മൾ റബ്ബർ ആഡ് ചെയ്തിട്ടില്ല. ആദ്യം ഷെല്ലാക്ക് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഷെല്ലാക്ക് ജസ്റ്റ് റെസിനിലോട്ട് ആൽക്കഹോൾ മിക്സ് ചെയ്തിട്ടുള്ളതാണ്, പിന്നെ റബ്ബർ കോമ്പൗണ്ടിലെ മിക്സ് വരുന്നതാണ് റബ്ബർ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് സിലിക്കോൺ ഗ്യാസ്കറ്റ് ആണ് അല്ലേ. നോർമലി എന്തായിരിക്കും, സിലിക്കോൺ റബ്ബേഴ്സ് ആയിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സിലിക്കോൺ ഗ്യാസ്കറ്റ് സിമെന്റ് ഈസ് എ മോഡേൺ സീലിംഗ് കോമ്പൗണ്ട് മെയ്ഡ് ഫ്രം സിലിക്കോൺ റബ്ബർ. സിലിക്കോൺ റബ്ബറിൽ നിന്ന് ഉണ്ടാക്കുന്ന പുതിയ തരം, ആധുനിക തരം ഒരു ഗ്യാസ്കറ്റ് സീലിംഗ് ആണ് എന്താണ് സിലിക്കോൺ ഗ്യാസ്കറ്റ് സിമെന്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഓട്ടോമോട്ടീവ് ആൻഡ് ഇൻഡസ്ട്രിയൽ മെഷീനറി. വാഹനങ്ങൾക്ക് അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മെഷീനറീസിലാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയേണ്ട സാധനമാണ് എക്സലൻറ്റ് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്. ആൻഡ് സോ റബ്ബർ ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും അല്ലേ. റെസിസ്റ്റൻസ് ടു വാട്ടർ, ഓയിൽ ആൻഡ് കെമിക്കൽസ്. നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. എഞ്ചിൻ സിലിണ്ടർ ഹെഡ് കവർ. നമ്മൾ എഞ്ചിൻ്റെ സിലിണ്ടർ ഹെഡ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ചിന്തിച്ചാൽ മതി, അവിടെ ഹൈ ടെമ്പറേച്ചർ അല്ലേ. അവിടെയുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈ ആയിരിക്കും എഞ്ചിൻ്റെ ഹെഡിൽ എന്ന് പറയുന്നത്. സോ അതേപോലെ ഗിയർ ബോക്സിൻ്റെ ഹൗസിങ്, പമ്പിൻ്റെ കേസിങ്, ഹൈ ടെമ്പറേച്ചർ ജോയിൻസിലൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. അഡ്വാൻറ്റേജസ് നോക്കാം. വിത്ത്സ്റ്റാൻഡ് വെരി ഹൈ ടെമ്പറേച്ചർ. വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യില്ല. നല്ല ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എക്സലൻറ്റ് വാട്ടർ പ്രൂഫ് സീലിംഗ്, ലോങ് സർവീസ് ലൈഫ്, ഗുഡ് കെമിക്കൽ റെസിസ്റ്റൻസ്. എക്സലൻറ്റ് വാട്ടർ പ്രൂഫ് സീലിംഗ്, ഗുഡ് സർവീസ് ലൈഫ് ആൻഡ് ഗുഡ് കെമിക്കൽ റെസിസ്റ്റൻസ് നമുക്കതിൽ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഡിസഡ്വാൻറ്റേജസ് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് മോഡേൺ സാധനമാണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ സിന്തറ്റിക് റബ്ബർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. സോ ഹയർ കോസ്റ്റ് കമ്പയർഡ് ടു അതർ സീലൻറ്റ്. മറ്റു സീലിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെന്താണ് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും, കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇതിന് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് റിക്വയർസ് ക്യൂറിംഗ് ടൈം ബിഫോർ ഓപ്പറേഷൻ അല്ലേ. ക്യൂറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ടൈം കൊടുക്കണം, കാരണം അത് മിക്സ് ആണ്. നേരത്തെ നമുക്ക് ക്യൂറിങ്ങിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട് കേട്ടോ. റബ്ബറിലാണെന്നുണ്ടെങ്കിലും ക്യൂറിങ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ റിക്വയർസ് ക്യൂറിംഗ് ടൈം ബിഫോർ ഓപ്പറേഷൻ്റെ മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം കൊടുത്ത് അത് സീലായി പ്രോപ്പറായിട്ട് ബൈൻഡായി നിൽക്കാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. ദെൻ നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളതാണ് ഗ്രാഫൈറ്റ് ബേസ്ഡ് ഗ്യാസ്കറ്റ് സിമെൻറ്റ് അല്ലേ. ഗ്രാഫൈറ്റ് ആയിരിക്കും അതിൻ്റെ ബേസിക് ആയിട്ട് മെയിൻ ആയിട്ടുള്ള കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റ് ബേസ്ഡ് സിമെൻ്റ് ആണ്. ഗ്രാഫൈറ്റ് ഗ്യാസ്കറ്റ് സിമെന്റ്സ് കണ്ടെയ്ൻസ് ഗ്രാഫൈറ്റ് powder mixed with heat resistant binders. It is mainly used in high temperature and corrosive environments. Corrosive environmentsലും ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിലുമാണ് നമ്മൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്.
പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെരി ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ ഗുഡ് റെസിസ്റ്റൻസ് ടു സ്റ്റീംസ് ആൻഡ് കെമിക്കൽസ്. ഇപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് വെച്ചിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതായത് ഗുഡ് റെസിസ്റ്റൻസ് ടു സ്റ്റീം ആൻഡ് കെമിക്കൽസ്, സ്റ്റീമിനും കെമിക്കൽസിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് ഗ്യാസ്കറ്റ് മെറ്റീരിയൽ ആണെന്ന് ചോദിച്ചാൽ ഗ്രാഫൈറ്റ് ബേസ്ഡ് ഗ്യാസ്കറ്റ് മെറ്റീരിയൽ ആണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കാം. ഈ അപ്ലിക്കേഷനിൽ നിന്നും ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കേട്ടോ. ബോയിലേഴ്സ് ആൻഡ് സ്റ്റീം പൈപ്പ് ലൈൻസ്, കെമിക്കൽ പ്ലാന്റ്സ്, ഹൈ ടെമ്പറേച്ചർ മെഷീനറി, ഇതിലൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു അപ്ലിക്കേഷനിൽ വരുന്നത്. then അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജസും കാര്യങ്ങളുമാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. സൂട്ടബിൾ ഫോർ എക്സ്ട്രീം ടെമ്പറേച്ചർ കണ്ടീഷൻസ്, ഗുഡ് കൊറോഷൻ റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ എക്സലൻറ്റ് സീലിംഗ് ഫോർ സ്റ്റീം സിസ്റ്റംസ്. അപ്പോൾ സ്റ്റീം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. സോ സ്റ്റീം സിസ്റ്റംസ് കാര്യങ്ങൾക്ക് എക്സലൻ്റ് ആയിട്ട് സീലിംഗ് കാര്യങ്ങൾ ലഭിക്കും. കൊറോഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ തന്നെ എക്സ്ട്രീം ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചർ പറഞ്ഞു, എക്സ്ട്രീം ടെമ്പറേച്ചർ കണ്ടീഷൻസും പറഞ്ഞു. എക്സ്പെൻസീവ് ആണ്, മറ്റുള്ള മെറ്റീരിയലിനെ അപേക്ഷിച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതേപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗ്യാസ്കറ്റ് ആണ് ഗ്രാഫൈറ്റ് ഗ്യാസ്കറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അപ്ലിക്കേഷൻ റിക്വയർസ് കെയർഫുൾ സർഫസ് പ്രിപ്പറേഷൻ, അത് നമുക്കത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സർഫസ് പ്രിപ്പറേഷന് കാര്യങ്ങളൊക്കെ നല്ല കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ. പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലങ്ങൾ ചെയ്യണം, അതിൻ്റെ ടൈം കാര്യങ്ങൾ കൊടുക്കും, കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ ഇതൊക്കെ ഇതിൻ്റെ സീലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്പെഷ്യൽ പമ്പ്സിനെ കുറിച്ചും അതേപോലെ തന്നെ സ്പെഷ്യൽ പമ്പ്സിൽ യൂസ് ചെയ്യുന്ന സീൽസിനെ കുറിച്ചും കൊറോസീവ് ഫ്ലൂയിഡ്സ് പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡീറ്റെയിലുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സെക്ഷൻസ് നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.